ഹായ് ഓൾ, പുതിയൊരു വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കേക്ക് ഓർഡർ ഉണ്ട് കേട്ടോ. 1 കിലോ കേക്കാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. നമ്മളടുത്ത് തന്ന മോഡലാണെങ്കിൽ നല്ല ഹൈറ്റുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് അവർക്ക് കേക്ക് ഇഷ്ടമായില്ല എന്നാണ്. ഫ്ലേവർ വൈസ് അല്ല, ലുക്ക് വൈസ് ആയിരുന്നു. അപ്പോൾ കസ്റ്റമർ നമുക്ക് തന്ന പിക്കിൽ നല്ല ടോളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റമർ 1 കിലോ ആക്കി തരാനാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു 2 കിലോൻ്റെ കേക്ക് തന്നിട്ട് 1 കിലോൻ്റെ സൈസിൽ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്താലും അത്ര ഹൈറ്റില്ലാതെ നമുക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല. കാരണം നമ്മൾ ഫ്ലവേഴ്സും ടോപ്പേഴ്സൊക്കെ വെക്കുമ്പോൾ തന്നെ പിന്നെ ഉള്ളിൽ കേക്കിൽ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കസ്റ്റമർ പിന്നെ ഞാൻ അങ്ങനെ കൂടുതൽ പറഞ്ഞതുകൊണ്ട് തന്നെ അവർ 1.5 കിലോ വേണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കേക്ക് കംപ്ലീറ്റ് ചെയ്തില്ല, ക്രം കോട്ടിൽ നിർത്തിയിട്ടോ. അവരൊന്ന് ഫിക്സ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ആ ഒരു ടൈം കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ചിക്കൻ മാത്രമാണല്ലോ ഉള്ളത്. അപ്പോൾ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ടൈമിൽ കസ്റ്റമർ നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കസ്റ്റമർക്ക് അവർ തന്ന പിക്ക് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. ആ ഒരു പിക്കിൽ കറക്റ്റായിട്ട് അതുപോലെ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിലെ എക്സാക്റ്റ് ഫ്ലവേഴ്സോ ബട്ടർഫ്ലൈസോ അതുപോലെ ഷുഗർ ബോൾസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. നമുക്ക് ഫോണ്ടൻറ്റിൽ ഉണ്ടാക്കാനോ ക്രീം വെച്ചിട്ട് നോസിൽ വെച്ചിട്ട് ചെയ്യാനുള്ള വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഈ ഒരു കസ്റ്റമർക്ക് അതിലുള്ള പിക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും അതുപോലെ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്രിൻ്റായിട്ടുള്ള ബട്ടർഫ്ലൈസാണ് കേട്ടോ. നമുക്കൊരു 4 ഇഞ്ചിൻ്റെ ഒരു പിക്ക് കാണിച്ചു തന്നിട്ട് അതുപോലെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള എല്ലാ ഐറ്റംസും നമ്മളെ നാട്ടിൽ അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ കിട്ടാറുണ്ട്, ചിലപ്പോൾ കിട്ടാറില്ല. അതുപോലെ ആയിരുന്നു കേട്ടോ ഈ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു കസ്റ്റമർ എന്തായാലും 1.5 കിലോ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ മാക്സിമം മോഡൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെങ്ങനെ ആയാലും ഈ ഒരു മോഡൽ തന്നെയായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കളറിലുള്ള ഫ്ലവേഴ്സ് ഞാൻ 3 ഷോപ്പിലും ചോദിച്ചു, അവിടെ ഇല്ല. ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ബാക്കി നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഫ്ലവേഴ്സ് കിട്ടിയത്. കറക്റ്റ് എക്സാക്റ്റ് അതല്ലെങ്കിൽ കൂടി ഏകദേശം അതിന് മാച്ചായിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടിയത്. പിന്നെ നമുക്ക് അതിലുള്ള ബട്ടർഫ്ലൈസ് നമുക്ക് എവിടെ നിന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കുള്ള പ്രിൻ്റ് എടുത്ത ബട്ടർഫ്ലൈസ് വെച്ച് കൊടുക്കുക എന്നുള്ളത്. പിന്നെ റോസ് കളറിലുള്ള ഷുഗർ ബോൾസ് ആയിരുന്നു, അതും നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ കൂടുതലും നമുക്ക് അങ്ങനെ ഷുഗർ ബോൾസിൻ്റെ ഒരു മോഡലൊക്കെ എടുത്തു പോയി. ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ ഉണ്ടായിരുന്നു, വൈറ്റും ഗോൾഡും ഷോപ്പിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു റോസ് കളറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ച് കൊടുത്തിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ അവർ ഉദ്ദേശിച്ചത് അവർ തന്ന അതേ പിക്കിൽ അതുപോലെ വേണമെന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മാക്സിമം നമുക്ക് എല്ലാ ഐറ്റംസ് കിട്ടുമെന്നുള്ളത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടില്ല. പിന്നെ എന്തായാലും കയ്യിലുള്ളത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. കൂടുതലും കസ്റ്റമേഴ്സിനോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ അടുത്ത് പറയും നിങ്ങളെ കയ്യിലുള്ളത് അത് ഏകദേശം അതിന് മാച്ചായിട്ട് ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾ ഏകദേശം അതുപോലെ ആക്കി തന്നാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്ന പ്രതീക്ഷിച്ചാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് നമ്മളെ ഫാമിലിയിലേക്കുള്ളൊരു കേക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇത് കേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അവർ പറഞ്ഞത് അവർ തന്ന മോഡൽ പോലെ ആയില്ല എന്നുള്ളത്. തന്ന മോഡൽ എന്ന് പറയുമ്പോൾ 2 കിലോ കേക്കാണ്, ഇത് അത്ര ഹൈറ്റ് ഇല്ല ഫസ്റ്റ് വൺ. പിന്നെയെന്ന് പറയുമ്പോൾ അതിലെ ബട്ടർഫ്ലൈസോ അതുപോലെ അതിലെ ഫ്ലവേഴ്സോ നമുക്ക് കിട്ടിയിട്ടില്ല, ഷോപ്പിലും ഇല്ല. പിന്നെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ആദ്യമായിട്ട് ഇത് പറഞ്ഞതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു റിവ്യൂ കിട്ടണത്. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കുട്ടികളാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും നമുക്കും എന്തോ ഒരുമാതിരി ആയിട്ടാവും. പിന്നെ എനിക്ക് ഭയങ്കര ഇത് കേട്ടപ്പോൾ പിന്നെ അതിന് ശേഷം എനിക്ക് കേക്ക് ഉണ്ടാക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അതിലെ ഐറ്റംസ് കിട്ടാത്തത് ഇപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഇതായിപ്പോയി. കിട്ടിയത് വെച്ചിട്ട് ഞാൻ ഏകദേശം അവർ തന്ന പിക്കിലുള്ള എല്ലാ ഐറ്റംസും ഓരോ സ്പേസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇനി കേക്ക് ഡെലിവറി ചെയ്തിട്ട് വേണം നമുക്ക് പുറത്ത് പോകാൻ. അപ്പോൾ കേക്ക് എടുക്കാൻ അവർ വൈകിട്ട് 4 മണിക്കാണ് വരിക. അപ്പോൾ അതുവരെ നമുക്ക് ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേക്ക് നേരത്തെ അവിടെ തറവാട്ടിൽ ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ അവർ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോണത് എൻ്റെ കസിൻ്റെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ബേബിനെയും അവളെയും കാണാൻ വേണ്ടി പോവാണ്. കുറേ ആയി പോകണമെന്ന് വിചാരിക്കണം, പക്ഷേ നമുക്ക് ടൈം കിട്ടാറില്ല കേട്ടോ.
ഫുൾ ടൈം ഞാൻ ബിസിയാണെന്നല്ല, ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത്. അപ്പോൾ ഒരാൾക്ക് ഫ്രീ ആകുമ്പോൾ നമുക്ക് ഓർഡേഴ്സ് ഉണ്ടാവും. എൻ്റെ ഓർഡേഴ്സ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നിച്ച് ഒരു ലീവ് കിട്ടിയൊരു ദിവസം ഇന്നായതുകൊണ്ട് ഇന്നാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ബേബിക്കുള്ള ഡ്രസ്സും അതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കണമല്ലോ. അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ ഓരോരോ ഷോപ്പിലായിട്ട് കയറുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എത്തിയത് ഒരു 2 മണി 2:30 ടൈമിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ടാസ മന്തിയിലാണ് കേട്ടോ കയറിയിട്ടുള്ളത്. ഇവിടെ നമുക്കങ്ങനെ ഫുഡിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്കങ്ങനെ പോയി പരിചയമുള്ളൊരു ഏരിയ അല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയെന്നേ ഉള്ളൂ. എന്തായാലും ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് കുറേ ആയിട്ടോ എല്ലാവരും പുറത്ത് പോകണമെന്ന് വിചാരിക്കണേ. വെക്കേഷനിൽ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് 2 മാസവും ആർക്കും ഒഴിവ് കിട്ടിയില്ല, ആരും എവിടെയും പോയതുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് കേട്ടോ നമുക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയത്. ഇത് കറക്റ്റ് ജൂൺ 1-ാം തീയതിയാണ് ഡേറ്റ്. ഒരുപാടായി വീഡിയോസൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ലേറ്റ് ആയതാണ് കേട്ടോ. ജൂൺ 1-ന് സ്കൂൾ തുറക്കണതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇരുന്നിട്ട് വേണം ഫുഡ് കഴിക്കാനെന്ന് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങൾ കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് ടേബിൾ വേണ്ട, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും കൂടി എളുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണല്ലോ പോണത്. ഇനിയിപ്പോൾ ലൈറ്റ് ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലെത്തുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയതും അവിടെ എത്തിയതൊക്കെ. അപ്പോൾ വീട്ടിലല്ല, അവൾ ഇപ്പോൾ എന്തൊരു ഹോം കെയർ അങ്ങനെയൊക്കെ പറയില്ലേ, നമ്മൾ പ്രസവിച്ചെടുക്കാൻ ഇപ്പോൾ ഓരോരോ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒരു സ്ഥലത്താണെന്നൊക്കെ അവൾ വിളിച്ച് ഞങ്ങൾ ഈ ടൈമിൽ ഇങ്ങനെ എവിടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് വീടാണെങ്കിൽ എളുപ്പമാണ്. ഇതിപ്പോൾ നമുക്കറിയാത്തൊരു ഏരിയ ആയതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ എല്ലാവരും നല്ല ടയേർഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള ടൈമിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. മഴയുള്ള ടൈമായിരുന്നു, പിന്നെ 2-3 ദിവസമായിട്ട് വെയിലായിരുന്നല്ലോ, ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ അങ്ങനെ ഇവർ കിടക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ, ആ ഒരു ഫ്ലാറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ, അങ്ങനെ ഓരോരോ വില്ലാസാണ്. അപ്പോൾ അതിൽ നമ്മളവിടെ പോയി കുട്ടീനെ കണ്ട്. അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ അത്യാവശ്യം ടൈം അവിടെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു 6 മണി ടൈമിലാണ് തിരിച്ച് വളഞ്ചേരി എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത ദിവസം അഭിൻ്റെ സ്കൂൾ തുറക്കണോണ്ട് നമുക്ക് അവർ രണ്ടുപേരും മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ എല്ലാ പ്രാവശ്യവും നല്ല കരച്ചിലുണ്ടാവലുണ്ട്. ഇപ്രാവശ്യം അഭി നല്ല റെഡിക്ക് ഇരുന്നതുകൊണ്ട് ഇയാളും നല്ല കരയാതെ സെറ്റപ്പിൽ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ മുന്നേ എടുത്ത വീഡിയോയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഷോപ്പിൽ കയറി കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തത്. അഭിക്ക് അല്ലുക്കൊക്കെ ഞാൻ പിന്നെയല്ലോ പോയി എടുത്തത്. ഇത് അന്ന് എന്തായാലും ഞങ്ങളെല്ലാവരും ഉള്ളതല്ലേ എന്ന് ഒരുമിച്ച് ഡ്രസ്സൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തായിരുന്നു. ഒരുപാട് ഷോപ്പിൽ കയറി കേട്ടോ. പിന്നെ നമുക്ക് രാത്രി ഒരു 9:30 ആയി കാണും ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പർച്ചേസിങ് ഫുള്ള് കഴിഞ്ഞത്. പിന്നെ എനിക്ക് വന്നിട്ട് ഞങ്ങളെ തിരിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ വീഡിയോ